1000 കുട്ടികളുണ്ട്. എന്നിട്ടും നമ്മുടെ സ്കൂള് എല്ലാ വർഷവും എക്സാം കഴിയുമ്പോൾ നല്ല റിസൾട്ടാണ് നമ്മുടെ സ്കൂളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ റിസൾട്ട് ഇനി വരും കാലങ്ങളിൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളിൽ എന്താണ് അധ്യാപകർ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ നല്ല ബിഹേവ്, ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ മറ്റുള്ളവരോടുകൂടി ഇടപെടുന്ന രീതികൾ, ഇതെല്ലാമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ച് ഉയരുക എന്നുള്ളതല്ല, പഠിത്തത്തേക്കാൾ നല്ലത് നമ്മൾ സമൂഹത്തിന് എന്ത് മാതൃക കാട്ടാൻ നമ്മൾക്ക് കഴിയുമെന്നുള്ളതാണ്. നിങ്ങളെ കൊണ്ടൊക്കെ വിചാരിച്ചാൽ നടക്കും. നമ്മളൊരു ഡോക്ടറായാൽ ആ ഡോക്ടറായി പോവുക എന്നുള്ളതല്ല, ആ ഡോക്ടർക്ക് എന്തെല്ലാം കർത്തവ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്ക് എന്തെല്ലാം ഉണ്ട്, സമൂഹത്തിൽ എന്തെല്ലാം ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം ഈ സത്തയെല്ലാം ഉൾക്കൊണ്ട് വേണം പുതിയ തലമുറ മുന്നോട്ട് പോകും. പിന്നെ ഒരു കാര്യം, ഇപ്പോഴത്തെ കൊച്ചുങ്ങൾ ഇന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലാത്ത രീതിയിലുള്ള ഇടിയും ഫേസ്ബുക്കിനകത്ത് കിടന്ന് കറങ്ങിയ ആ ഒരു മെസ്സേജ്. കാരണം ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ഇതാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ സന്ദേശമാണ് നിങ്ങൾ സ്കൂളുകളിൽ നിന്നും പഠിച്ചു പോകുക. ഇത് അധ്യാപകരെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ പഠിച്ച് പുറത്തുപോയി അടിയും വഴക്കുണ്ടാകും. ഏത് സ്കൂളിലാണ് പഠിച്ച കുറ്റങ്ങളുടെ സ്കൂളിൽ എന്താണ് ഇവിടെ മാതൃകാപരമായി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ചുറ്റോട് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രിൻസിപ്പാൾ 5 മണിയും 5:30 ആകുമ്പോഴും ഇവിടെ നിന്ന് പോകുന്ന ദിവസങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം അത്രയും കറക്റ്റായിട്ട് പഠിപ്പിക്കുന്ന, നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. പുറത്ത് ഞാൻ എല്ലാ ദിവസവും PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ സ്കൂളിൽ വരുന്ന ആളാണ്. ഞാൻ കറക്റ്റായിട്ട് കാണുന്ന കാര്യം 5:30-6 മണി വരെ കഴിഞ്ഞാണ് അവർ ഇവിടുന്ന് പോകുന്നത്. എന്നാൽ അത്രത്തോളം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായിട്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പാളിനെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. റിപ്പബ്ലിക് ദിന സന്ദേശം ഞാൻ മുമ്പ് തന്നെ അവിടെ വെച്ച് കൈമാറിയിരുന്നു. എന്നാലും 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. വളരെ ദൈർഘ്യമേറിയ ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. എന്നാൽ പോലും നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഓർമ്മ പുതുക്കാനാണ് നമ്മളെല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിച്ചു വരുന്നത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഓരോ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നിങ്ങളിൽ ഓരോരുത്തർക്കും സാധിക്കട്ടെ. പിന്നെ സാറ് പറഞ്ഞ നിങ്ങളുടെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ, ഈ ഫേസ്ബുക്കിലൊക്കെ കറങ്ങി നടക്കുന്ന ഈ പല ഇൻസിഡൻസിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്കും ഭയമാണ് നമ്മുടെ തലമുറ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്നുള്ളത്. ഒന്ന്, ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നതാണ്. ചെറിയ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പല സാധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും ആരംഭിച്ച് വളരെ ഉയർന്ന തലത്തിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന ലഹരി ഉപയോഗം വരെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ തലമുറ എന്നറിയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു ഭയം ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ ചെറിയ തരത്തിലുള്ള ലഹരി ഉപയോഗം സ്കൂൾ തലത്തിൽ നമ്മളിനി എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാൽ പോലും വളരെ വ്യാപകമായി ഉണ്ട് എന്ന ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഈ ചുറ്റുപാടുകൾ വീക്ഷിക്കുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ സന്നിഹിതരായിരിക്കും നമ്മുടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമല്ല, മറിച്ച് വളരെ ഉത്തരവാദിത്തപ്പെട്ട പല സംഘടനകളിലും അംഗമായിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗം തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിങ്ങളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കാരണം സ്കൂളിൻ്റെ ഈ കോർണറുകളിലും മൂലകളിലും
പിന്നെ ബാത്റൂം പോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെയാണ് ഇതിൻ്റെ വിതരണം വ്യാപകമായി നടക്കുന്നത്. അവിടെയൊക്കെ അധ്യാപകർക്ക് ചെന്ന് ചേരാൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങളുടെ അധ്യാപകരെയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകരെയോ വിവരം അറിയിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ ആണ്. ഒരു ബ്ലോഗർ സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ വ്ളോഗിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, രക്ഷിതാക്കൾ കുട്ടികൾക്ക് മൊബൈൽ വാങ്ങി കൊടുക്കുമ്പോൾ അത് അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായും അതിനെ മോണിറ്റർ ചെയ്യേണ്ടതാണെന്നുള്ളത്. അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല ഗ്രൂപ്പുകളിലും, ഞാൻ ഗ്രൂപ്പുകളുടെ പേരും കാര്യങ്ങളും ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, ഒരുപക്ഷെ അറിയാത്തവരിനി അത് സെർച്ച് ചെയ്തു പോകും, അതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ അമ്മമാരെ പോലും കച്ചവട ചരക്കാക്കുന്ന മറ്റൊരു സാമൂഹ്യ വിപത്തിലേക്ക് നമ്മുടെ കുട്ടികൾ നടന്നെടുക്കുന്നു എന്നുള്ളത് നമ്മളെ എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതായത് ഓരോ വീടിലും അമ്മമാര് പോലും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് യുവതലമുറ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ എല്ലാവരും പഠിക്കാൻ മിടുക്കരായിരിക്കണം എന്നില്ല, എല്ലാവർക്കും A+ കിട്ടണം എന്നില്ല. നമ്മൾക്ക് പറ്റാവുന്ന വിധത്തിൽ പഠിക്കുക. പഠിക്കാൻ കഴിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ധാരാളം തൊഴിലുകൾ നമ്മളുടെ ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അന്തസ്സോടെ ഏത് തൊഴിലെടുത്താലും നിങ്ങൾക്ക് ഉപജീവനം കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഇത്തരം വൃത്തികേടുകൾ ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു തലമുറയായി ഒരിക്കലും നിങ്ങൾ മാറരുത്. നന്മയുള്ള, സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന, സഹജീവി സ്നേഹമുള്ള പൗരന്മാരായി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കുട്ടികളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമായ തരത്തിൽ ഇത്തരത്തിലുള്ള ദോഷപ്രവണതകളെ എതിർക്കാനുള്ള ഒരു മനസ്സ്, ഒരു പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. രണ്ട് വാക്ക് സംസാരിക്കാൻ സജീവ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ്, നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീമതി മായ ടീച്ചർ, അതോടൊപ്പം തന്നെ നമ്മുടെ സീനിയർ അധ്യാപകൻ RB ശൈലേഷ് കുമാർ, PTA അംഗങ്ങളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആദ്യം തന്നെ ഏവർക്കും ഭാരതത്തിൻ്റെ 77ാം റിപ്പബ്ലിക് ദിന ആശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ നാളിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും ഭരണഘടന വിഭാവന ചെയ്ത എല്ലാ മൂല്യങ്ങളും വളരെ അന്തസത്തയോടുകൂടി മുൻകൂട്ടി നിർത്തി നിങ്ങളുടെ ബിഹേവിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പോകണമെന്നുള്ള പ്രതിജ്ഞയും കൂടി ഈ അവസരത്തിൽ ഏറ്റെടുക്കണം. കൂടുതലായി സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഈ പ്രത്യേക ദിനത്തിന് നമ്മുടെ സ്കൂളിൻ്റെ പേരിലും SRGയുടെ പേരിലുമുള്ള ആശംസകൾ നേരുന്നു. രണ്ട് വാക്ക് സംസാരിക്കുവാൻ ആദരണീയനായ ശൈലേഷ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ PTAയുടെ പ്രസിഡന്റ് ശ്രീ ചെന്നൗർ സാറ്, പ്രിൻസിപ്പൽ മായ ടീച്ചർ, സജീവ് സാറ്, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, PTA അംഗങ്ങളെ, ഇവിടെ ദീർഘമായി കാര്യങ്ങൾ പറയുന്നില്ല.
നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവരും ഗൗരവമുള്ളവരുമാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യ ബഹുസ്വര ഇന്ത്യയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ബഹുസ്വരതയെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇന്ത്യക്ക് പൊതുവായി ഒരു ജാതിയോ ഒരു മതമോ ഒരു ദേശമോ ഒരു ഭാഷയോ ഒരു ആചാരക്രമമോ ഒരു സംസ്കാരം, പൊതുവേ ഒരു സംസ്കാരം ഉണ്ടെങ്കിലും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ഒക്കെ ചേർന്ന നാനാത്വത്തിൻ്റെ സൗന്ദര്യമുള്ള നാടാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും എല്ലാ വേഷങ്ങൾക്കും എല്ലാ ഉത്സവങ്ങൾക്കും എല്ലാ ജീവിത രീതികൾക്കും തുല്യ പ്രാധാന്യമാണ് രാജ്യത്തുള്ളത് എന്നുള്ളത് നിങ്ങൾ വളർന്നു വരുന്ന തലമുറ വളരെ ബോധ്യത്തോടു കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ജനാധിപത്യത്തിന് ഏറ്റവും കരുത്തുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ജനാധിപത്യം, അതുപോലെ തന്നെ മതനിരപേക്ഷത, ഏതു മതത്തിൽ വിശ്വസിക്കുവാനും ഏതു മതം സ്വീകരിക്കുവാനും അന്യ മതങ്ങളെ ബഹുമാനിക്കാനും ഉള്ള മനസ്സാണ് ഇന്ത്യയുടെ മനസ്സ്. ഇന്ത്യയിലെ പൗരന്മാർക്ക് ജാതിയും മതവും ഒക്കെ ആകാം, പക്ഷെ രാജ്യത്തിന് അതില്ല. രാജ്യം മതനിരപേക്ഷമാണ് എന്ന് പറയുന്നതിൻ്റെ പൊരുളതാണ്. രാജ്യത്തിന് പൊതുവായ ഒരു മതമില്ല. എല്ലാ മതവും എല്ലാ ജാതിയും എല്ലാ സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് കവി പറഞ്ഞതുപോലെ അരുതരുത് വിരോധം ഭിന്നവർഗങ്ങളെല്ലാം ഒരു ചരടിൽ ഇണക്കിക്കോർത്ത പുഷ്പങ്ങളല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു ചരടിൽ വ്യത്യസ്ത നിറമുള്ള പൂക്കൾ ചേർത്ത് പൂമാലയുണ്ടാക്കുന്നത് പോലെ വ്യത്യസ്ത നിറങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത ചിന്തകളും ഒക്കെയുള്ള ഒരു വലിയ സമൂഹത്തെ ഇന്ത്യയുടെ ഐക്യം എന്ന, ഇന്ത്യയുടെ നാനാത്വത്തിനുള്ളിലെ ഏകത്വം എന്ന, ഇംഗ്ലീഷിൽ നിങ്ങൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ചരടിൽ ഇന്ത്യ ഇങ്ങനെ കൊരുത്തു വച്ചിരിക്കുകയാണ് മനോഹരമായി. അതിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ ഹിന്ദു ആയിരിക്കുമ്പോഴും മുസ്ലിം ആയിരിക്കുമ്പോഴും ക്രിസ്ത്യാനി ആയിരിക്കുമ്പോഴും നാം എല്ലാം അതിനപ്പുറം ഇന്ത്യക്കാരനാണ് എന്ന ബോധ്യത്തോടു കൂടി പെരുമാറാൻ നമുക്ക് കഴിയണം. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. രാജ്യത്തിൻ്റെ ഫെഡറലിസ്റ്റ് സംവിധാനങ്ങളെയെല്ലാം പിന്തുണച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഭരണഘടനയെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകണം. രാജ്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകണം. കേവലം ആഗസ്റ്റ് 15-നും ജനുവരി 26-നും ഓർക്കപ്പെടേണ്ട പേരല്ല ഇന്ത്യ. അതൊരു ആചരണത്തിൻ്റെ ഭാഗമായി ഓർക്കുന്നതാണ്. ഏത് നിമിഷവും ഏത് സമയവും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന വികാരമാണ് ഇന്ത്യ എന്നത് ഓർത്തു വെക്കാൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭാവി ശോഭനമായിരിക്കുന്നത് എന്നുള്ള വസ്തുത ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രിൻസിപ്പളും PTA പ്രസിഡന്റും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചു. പ്രത്യേകിച്ച് നിങ്ങൾ നല്ല യൂണിഫോമിലാണ് നിൽക്കുന്നത്. ആ യൂണിഫോം എന്ന് പറയുന്നത് തന്നെ ഒരു അച്ചടക്കത്തിൻ്റെയും ഒരു ആദരവിൻ്റെയും ഒക്കെ സിമ്പലാണ്. അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള പോലീസിനെയും ഇന്ത്യൻ പട്ടാളത്തെയും ഒക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ ചെറു യൂണിറ്റായിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായി? ഇന്ത്യൻ സേനയ്ക്ക് 3 വിഭാഗങ്ങളുള്ളതിൽ ഏറ്റവും കരസേന, വ്യോമസേന, നാവികസേന. അതിൽ നാവികസേനയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് സ്കൂളിലെ NCC യൂണിറ്റ്, നമ്മുടെ നേവൽ യൂണിറ്റ്. ആ യൂണിറ്റിൻ്റെ പ്രതിനിധികളാണ് ഇവിടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും സമർത്ഥമായ പോലീസ് സേനയാണ് കേരള പോലീസ്. ആ കേരള പോലീസിൻ്റെ സ്കൂൾ യൂണിറ്റാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന SPC. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകുന്ന റെഡ് ക്രോസിൻ്റെ പ്രതിനിധികൾ ഇവിടെ നിൽക്കുന്നു. ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന IT മേഖലയിലെ ക്ലബിൻ്റെ പ്രതിനിധികൾ ഇവിടെ അങ്ങനെയുള്ളവരേ ഉള്ളൂ. അല്ലാതെയുള്ള കുട്ടികൾ 1-2 പേരൊക്കെ ഉണ്ടാവും. എല്ലാവരും വന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ NSS അത് വിട്ടുപോയി. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സേവനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിട്ട് നമ്മൾ കാണുന്നതാണ് NSS. കുട്ടികൾ കേൾക്കുമ്പോൾ NSS സ്കൂളിൽ നിൽക്കുന്നവർക്ക് അത്രയും പരിചയം കാണില്ല. നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന മനസ്സ് നന്നാവട്ടെ എന്ന് അതിൻ്റെ മുദ്രാവാക്യം. വേറൊന്നുമില്ല, മനസ്സ് നന്നാവട്ടെ, നന്നായാലെല്ലാം നന്നായി. അപ്പോൾ അതിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചേറെ കാര്യങ്ങൾ ചെയ്യാനും അതാണ് ഇവിടെ ടീച്ചറും PTA പ്രസിഡന്റും ഒക്കെ സൂചിപ്പിച്ചത്. അത്തരത്തിൽ ലഹരി ഉൾപ്പെടെയുള്ള നമ്മുടെ നാടിനെ തെറ്റായ വഴിക്ക് നയിക്കുന്ന എല്ലാ വിപത്തുകളോടും സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ കഴിയുന്നവരായി, എല്ലാ തിന്മകൾക്കുമെതിരെ ആദ്യം പ്രതികരിക്കേണ്ടവരായി നിങ്ങൾ മാറണം. നമ്മുടെ കൂട്ടത്തിൽ ഒരാളും ഒരു തെറ്റിലും പോകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കൂട്ടുകാരും അത്തരത്തിലൊരു തെറ്റിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന ഉറച്ച പ്രതിജ്ഞയെടുത്ത് നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. റിപ്പബ്ലിക് ദിന ആശംസകൾ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിക്കുന്നു. ഇനി നമ്മുടെ കലാപരിപാടികൾ, പ്രസംഗം, കുട്ടികൾ അവതരിപ്പിക്കുന്ന പ്രസംഗവും ഒക്കെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ അറ്റൻഷനായിട്ട് നിൽക്കണമെന്നില്ല. കുറച്ച് റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ലീഡേഴ്സ് അതിനുള്ള അനുവാദം തരും. റിലാക്സ് ആയി നിന്ന് അതുകൂടെ കഴിഞ്ഞ് നമുക്ക് മിഠായി വിതരണമുണ്ട്. അതുകൂടെ കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ചടങ്ങുകൾ അവസാനിക്കും. അപ്പോൾ ആ പരിപാടി നടത്തുന്നതിന് വേണ്ടി കുട്ടികളെ ക്ഷണിക്കുകയാണ്. മിഠായിയുടെ കവറ് ആദ്യത്തെ പാഠം ഇന്ന് തന്നെ ചെയ്യണം. ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഒരു ചുരുട്ടി ഒരു എയർ ഇറങ്ങിയിട്ട് പോകരുത്. അതോടെ ഒരു വേസ്റ്റ് ബിൻ വെച്ചിരിക്കും, അതിനകത്ത് ആ മിഠായിയുടെ കവർ ഇടാൻ ശ്രദ്ധിക്കും.